കേട്ടോ. ഓം നമോ നാരായണായ. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ വാരാഘോഷത്തിന്റെ ഭാഗം അവസാനിക്കുന്ന സ്വാമി കമലാനന്ദജി മറ്റ് ആചാര്യന്മാർ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാരായണീയർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ സമ്പൂർണ്ണ പാരായണം 4 മണിക്ക് അവസാനിപ്പിക്കേണ്ടതിനാൽ ഇടയിലുള്ള കീർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പാരായണം ഉണ്ടാവുക. അമ്മമാർ ശ്രദ്ധിക്കുന്നു. നാരായണീയ മഹോത്സവ സമിതി അന്താരാഷ്ട്ര നാരായണീയ മഹോത്സവ സമിതിയായി മാറി. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സാന്ദ്രാനന്ദമാണ് ആദ്യം ചെയ്യുന്നത്. അടുത്ത വർഷം നാരായണീയ മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4 മണി വരെ തിരുവില്ലാമലയാണ് നമ്മുടെ മൂലസ്ഥാനമായി നമ്മൾ എല്ലാത്തിനും കണക്കാക്കിയിട്ടുള്ളത്. രഥയാത്ര ആരംഭിച്ചത് തിരുവില്ലാമലയിൽ നിന്നാണ്.
തിരുവില്ലാമല ഭാരതപ്പുഴ കടവിൽ, പാമ്പാടി കടവാണ്. ആ കടവിൽ ജനുവരി മാസം 12-ാം തീയതി 12 വർഷങ്ങൾക്ക് ശേഷം നടത്താൻ പോകുന്ന മഹാകുംഭമേളയുടെ, പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ മുന്നോടിയായി ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പ്രതിഷ്ഠ ഈ വർഷം നടത്തിയതിനാൽ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ നടത്തണമെന്ന് അഖാഡ പരിഷത്തിന്റെ നിർദ്ദേശപ്രകാരം സന്യാസി ശ്രേഷ്ഠന്മാരും നാരായണീയ മഹോത്സവ സമിതിയും മറ്റെല്ലാ ധർമ്മപ്രസ്ഥാനങ്ങളും, സനാതന ധർമ്മസമിതി, അതുപോലെ അഖിലഭാരത സന്യാസി സംഘം, അമ്പാടി നാരായണീയ ഏകോപന സമിതി, എല്ലാ ധർമ്മപ്രസ്ഥാനങ്ങളും ചേർത്തുകൊണ്ട് 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാവരും ചേർന്ന് നദിയിൽ പോയി സങ്കല്പം ചെയ്ത് കലശം പൂജിച്ച് വെച്ച് 11-ാം തീയതി 4 മണി മുതൽ 6 മണി വരെ നദിയിൽ പ്രാർത്ഥനകൾ നടത്തി 6 മണി മുതൽ 7 മണി വരെ സ്വരൂപാനന്ദ സരസ്വതിയുടെ ഉദ്ഘാടന ക്ലാസ്, 7 മണി മുതൽ 8 മണി വരെ സത്സംഗം, സന്യാസിമാർ പാലിക്കേണ്ട നിയമങ്ങളും നിഷ്ഠകളെ കുറിച്ച് ദേവാനന്ദപുരി മഹാരാജിന്റെ പ്രഭാഷണം. അത് രണ്ടും കഴിഞ്ഞ് അന്ന് വിശ്രമിച്ച് പിറ്റേ ദിവസം കാലത്ത് യോഗ രേഖി ക്ലാസുകൾ, ശ്രീരാമചന്ദ്ര പ്രഭു നേരിട്ട് വന്ന ആ സന്നിധി ക്ഷേത്ര ദർശനം, ശിവജി ബാബയുടെ സന്നിധിയിലുള്ള ദർശനം, പറക്കോട്ടുകാവ് ഭഗവതിയുടെ ദർശനം. ഈ ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് നെഹ്റു കോളേജിന്റെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് 9 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുന്നു. ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, റവന്യൂ മന്ത്രി ശ്രീ രാജൻ സാർ എന്നിവരുടെ നേതൃത്വത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M.R. മുരളി, ആഘോഷ സമിതിയുടെ ചെയർമാനായിരിക്കുന്ന അഡ്വക്കേറ്റ് നരേന്ദ്രമേനോൻ സാർ എന്നിവരെല്ലാം ചേർന്ന് വളരെ മഹത്തായ ഭാരതത്തിൻ്റെയും മൊറീഷ്യസിൻ്റെയും ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷണറായി നമുക്ക് നിയമനം ലഭിച്ചത് നമ്മുടെ കൃഷ്ണദാസ് ഡോക്ടർ അവർക്കാണ്. PK ദാസ് ആശുപത്രിയുടെ ഓണർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ധർമ്മസ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് ഭാരതത്തിലെ നദികളെ ശുദ്ധീകരിക്കുക എന്ന മഹത്തായ പ്രൊജക്ട് AC ചന്ദാമലക്ഷ്മി സാറിന്റെ ജനറൽ കൺവീനർഷിപ്പില് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണ് നടത്തുവാൻ പോകുന്നത്. ഭാരതപ്പുഴ 252 കിലോമീറ്റർ ദൂരമുള്ള കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും വലിയ നദിയാണ്. പക്ഷേ ആ നദിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഗായത്രിപ്പുഴ എന്ന് പറഞ്ഞ് ചിറ്റൂരിലൂടെയും കൽപ്പാത്തിപ്പുഴ എന്ന് പറഞ്ഞ് ഈ ഭാഗത്തൂടെയും വന്ന് പറളിയിൽ വെച്ച് അത് ഭാരതപ്പുഴയായിട്ട് ഒഴുകുന്നു. അതിൻ്റെ ഒരു പരിപൂർണമായ സംരക്ഷണം മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണം, അന്തരീക്ഷ മലിനീകരണം എങ്ങനെ തടയാം, കൺസർവേഷൻ ഓഫ് വാട്ടർ എന്നാണ് ഈ പ്രൊജക്ടിന് പേര് കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അതിന്റെ പ്രതിനിധികൾ അന്നേ ദിവസം എത്തും. അതുകൂടി ചേർത്തുകൊണ്ട് ലോകശാന്തിക്കും സമാധാനത്തിനുമായിട്ടാണ് ഈ മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നത്. നാരായണീയ പാരായണം അതിന്റെ ധർമ്മശക്തി നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാരായണീയ പാരായണത്തിന്റെ മഹോത്സവത്തിന്റെ ഏകാഹം എന്ന കണക്കിൽ സാന്ദ്രാനന്ദം 2 മണിക്കൂറിൽ നമുക്ക് 2 മണി മുതൽ 4 മണി വരെ അവിടെ തീർന്ന് 4 മണിക്ക് നമ്മളെല്ലാം വരിവരിയായി നദിയിൽ പോയി സങ്കല്പം ചെയ്ത് ആരതി ചെയ്ത് നദി പൂജ ചെയ്ത് പ്രതിജ്ഞ ചെയ്യും, ഈ നദിയിൽ നിങ്ങൾക്ക് ഉപ്പയൊന്നും ഇടില്ല എന്ന്. ആ ചടങ്ങ് 4 to 6 കറക്റ്റ് 6:05 ജനഗണമന ചൊല്ലിയിട്ടാണ് നമ്മൾ പിരിയുക. ഇതാണ് നമ്മുടെ കുംഭമേള. ഈ സമയത്ത് പ്രയാഗിൽ നമ്മൾ ഉത്തർപ്രദേശിലെ ഗംഗ യമുന സരസ്വതി നദികൾ ഒന്നിച്ചു ചേരുന്ന ആ സന്നിധിയും ഇതേ ചടങ്ങുകൾ 12-ാം തീയതി വൈകുന്നേരം നടക്കുന്നുണ്ട്. 11-ാം തീയതി നദി സങ്കല്പ പൂജ, 12-ാം തീയതി കലശപൂജകൾ. അത് രഹസ്യമായ ഒരു ചടങ്ങാണ്. 13-ാം തീയതിയാണ് മാഘ സ്നാനവും മറ്റും ആരംഭിക്കുന്നത്. പൗഷ സ്നാനം, മാഘസ്നാനം, അതിന്റെ എല്ലാ വിശദവിവരങ്ങളും തരാം. അതുപോലെ കുംഭമേളയ്ക്ക് വരുന്ന അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും താമസവും ഭക്ഷണവും ഒരുക്കാൻ നമുക്ക് സാധിക്കും. നാരായണീയം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു കൊച്ചു
പതിപ്പാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ശ്ലോകങ്ങളും ദശകങ്ങളും വളരെയധികം ഭക്തിയും ശ്രദ്ധയും നൽകുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വിശ്വവീടാവഹത്യേ. എന്താ ഇതിന്റെ അർത്ഥം? സർവ ദുഃഖങ്ങളുടെയും വിനാശത്തിനായി സ്ഥിരതര മനസ്സ ദൃഢചിത്തത്തോടുകൂടി വിശേഷാത്മാനം സർവാത്മകമായ ഏനം ഗുരുഭവന പുരാധീശം ഏവ, അതായത് ഈ ഗുരുവായൂരപ്പനെ പുരാധീശനെ എന്നെ തന്നെ ആശ്രയിച്ചാലും അതുകൊണ്ട് എല്ലാവരും നാരായണീയം വായിക്കുന്നതോടൊപ്പം തന്നെ പഠിപ്പിക്കുകയും കേൾപ്പിക്കുകയും നാരായണീയ പാരായണത്തിലൂടെ നമുക്ക് ഒരു പുണ്യമാണ് ഇത് ചെയ്യുന്നത്. സുഹൃത്തം കൊണ്ടാണ് നമുക്കിതെല്ലാം സാധിച്ചത്. പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്ക് മറ്റുള്ള മോക്ഷോപായങ്ങൾ കൊണ്ട് സാധിക്കാതെ വരുന്നതിനാൽ ഭക്തിമാർഗമാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചിരിക്കുന്നത്. ആ ഭക്തിമാർഗത്തിലൂടെ ഈ നാരായണീയം നമ്മളെല്ലാവർക്കും ചൊല്ലിക്കൊടുക്കുകയും ചരിതങ്ങളെ കേൾക്കുകയും ജപിക്കുകയും ഈ വിശ്വപ്രപഞ്ചമാകുന്ന പ്രപഞ്ചത്തെ ഭഗവന്മയമായി കാണുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവനൂർ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ അല്ലെങ്കിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനത്തിനായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. സാധുദർശനം പാവവിമോചനം. എനിക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒരു കാര്യം വേദിയിലിരിക്കുന്നവരോടും ഒരു കാര്യം ഇപ്പുറത്തിരിക്കുന്നവരോടും. വേദിയിലിരിക്കുന്നവര് വളരെ നന്നായിട്ട് ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും കൂട്ടിയിട്ട് വരണം. അടുത്ത തലമുറയ്ക്ക് കൂടി ഇത് നമ്മൾ കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ോ
प्राप्तो मित्रमथाकृतवृणमुनिं Devanamo Namah Adimi
നമ്മുടെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ പരിണിതഫലമായി ഒരു വൻ വിജയമായി മാറുകയും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആ പരിപാടിയോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു സാന്ദ്രാനന്ദം എന്ന പരിപാടി. ഈ സാന്ദ്രാനന്ദം പരിപാടിയെ കുറിച്ച് അതിനു മുമ്പ് തന്നെ നമ്മുടെ എല്ലാ സമിതികളെയും നേരത്തെ ഇവിടെ രവി സൂചിപ്പിച്ച പോലെ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി കേരളം എന്ന സംഘടനയിൽ നമ്മളെല്ലാ നാരായണീയ സമിതികളെയും രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഓരോ നാരായണീയ സമിതിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്പറും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് നാരായണീയ മഹോത്സവ സമിതിയിലെ ഓരോ അംഗങ്ങളെയും അതിൻ്റെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട്, ആധികാരികമായ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അതിന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു സംഘടനയുടെയും കരുത്ത് എന്ന് പറയുന്നത് ആ സംഘടനയുടെ അംഗങ്ങളാണ്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മളുടെ എല്ലാ നാരായണീയ ഭക്തരും ഈ ഒരു അംഗത്വ പ്രവർത്തനത്തിൽ പങ്കാളിയാവാം. 2-3 തരത്തിൽ ഈ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്വാമിജി വരുന്നത് കൊണ്ട് ഒരു മിനിറ്റ്. തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു നാരായണീയ സമിതിയിൽ ആദ്യമേ മുതൽ അല്ലെങ്കിൽ 10-40 വർഷം മുതൽ പാരായണം ചെയ്തിട്ടുള്ള ആളുകളെ മുതൽ പുതിയതായി വന്ന ആളുകളെ വരെ ഈ അംഗത്വത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇവിടെ വേദിയിലിരിക്കുന്ന ആചാര്യന്മാർക്കും ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ കരുത്തരായ പാരായണക്കാർക്കുമാണ്. അങ്ങനെ മുഴുവൻ ആളുകളെയും നമ്മൾ ഈ അംഗത്വത്തിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അതുമാത്രം പോരാ, നമ്മുടെ നാരായണീയ മഹോത്സവ സമിതി പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ മുഴുവൻ സമിതി അംഗങ്ങളും ഈ അംഗത്വം എടുത്തിരിക്കണം. നാരായണീയ മഹോത്സവ സമിതി ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ അംഗത്വ പ്രവർത്തനം നടക്കണം. എല്ലാ തലത്തിലും നടക്കണം. ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ എംബ്ലവും നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ പതിച്ച കാർഡ്, ടാഗോടുകൂടി ടാഗിൽ 2 സൈഡും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി പ്രിന്റ് ചെയ്ത് അങ്ങനെയുള്ള കാർഡ് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സംഖ്യ 100 രൂപ, 100 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ 100 രൂപ ഈ ടാഗിനും പൗച്ചിനും നമ്മുടെ കാർഡ് പ്രിൻറ്റിങ്ങിനും ഒക്കെ ആയിട്ട് ചിലവ് വരും. അതിനുവേണ്ടി ഓരോ ആളുകളും 100 രൂപ കൊടുത്ത് ഈ അംഗത്വത്തിലേക്ക് പങ്കാളിയാകണം. രാഷ്ട്രരക്ഷയും ഗോരക്ഷയും എന്തൊക്കെയാണ്? ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ. ഗോരക്ഷയിൽ അകത്ത് നമ്മുടെ സമ്പത്ത്, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഭൂമി, നമ്മുടെ തറവാട്, സർപ്പങ്ങൾ എല്ലാം വരും.
സർപ്പങ്ങളെല്ലാം അടിച്ചൊടിച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ആരും പോവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ തറവാട്ട് പേര്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, നമ്മുടെ മുതിർന്ന അച്ഛനമ്മമാർ, ഇത്രയും ഗോരക്ഷയ്ക്കകത്ത് വരും. ഒരു മനുഷ്യന്റെ കർത്തവ്യം എന്താണ്? ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ. ഒന്നുകൂടി പറയൂ, ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ. ഇത് രാത്രി അർദ്ധരാത്രി ഫോണിൽ ചോദിച്ചാലും പറയണം. ചിന്താ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി സാധാരണ ക്ഷണിച്ചു. ഇന്ന് നമ്മുടെ എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ് നാരായണീയ പാരായണം ചെയ്യുന്നത് എന്ന് അതിൻ്റെ അഭിവൃദ്ധിക്കും നാടിൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ ഐശ്വര്യത്തിനും സമ്പത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാരായണീയം. നമ്മൾ എല്ലാവരും നാരായണീയം വായിക്കണം. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കേൾക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്ന് ഇവിടെ ഈ നാരായണീയ പാരായണത്തിന് വേണ്ട ഏർപ്പാടുകൾ ഈ ഭഗവതിയുടെ കടാക്ഷത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ കമ്മിറ്റിമാരുടെയും എല്ലാവരുടെയും ഒരു കൃപാ കടാക്ഷം കൊണ്ട് മാത്രമാണ്. അതിന് ദേവി സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എനിക്കറിയാം, ഗുരുവായൂർ ഏകാദശിക്ക് മിക്കവാറും ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴൊക്കെ മനസ്സിലായി ഗുരുവായൂരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഗുരുവായൂരപ്പൻ നിങ്ങൾ നാടി പഠിച്ചു, നിങ്ങൾ അങ്ങോട്ട് പോയി. ചില ആളുകൾ അതാത് സ്ഥലങ്ങളിൽ ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് വിളിച്ചു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി നടക്കുന്ന ഒരു പ്രസ്ഥാനമുള്ളൂ, അത് നാരായണീയ പ്രസ്ഥാനമാണ്. അതിന് വാശിയോ വൈരാഗ്യമൊന്നുമില്ല, പാടില്ല. നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മളെ കാണുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ പാരായണം കൊണ്ട് ഉണ്ടാകുന്ന പരിവർത്തനം അത് ചെറുതൊന്നുമല്ല, വളരെ വലിയൊരു പരിവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ വിപുലമാക്കി ചെയ്യണം എന്ന് നാരായണ മഹോത്സവ സമിതി അതിൻ്റെ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നാരായണീയ ദിനം വാരമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞത്. വാരമായി ആചരിച്ച് നാരായണ മഹോത്സവ സമിതി തന്നെ അറിയാത്ത ആചരണം നടന്ന ഭാഗങ്ങളുണ്ട് എല്ലാം. നാരായണ